റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. الله سبحانه وتعالى يدعي വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന് സൂക്ഷ്മതയുള്ളവരായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ബഹുമാനിക്കുന്നവരായി ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ നാം കെട്ടിയിട്ടുള്ള വാച്ചിൻ്റെ സൂചി സെക്കൻഡുകളെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കുന്നില്ല, സഞ്ചരിക്കുകയാണ്. നാം നിന്നാലും അത് നിൽക്കുകയില്ല, നാം ഉറങ്ങിയാലും അത് ഉറങ്ങുകയില്ല. നാം ജോലിയിലാണെങ്കിലും വിശ്രമത്തിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും
വാച്ചിൻ്റെ സൂചി സഞ്ചരിക്കുക തന്നെയാണ്. അഥവാ നമ്മുടെ സമയം നാം അറിയാതെ പോലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നർത്ഥം. സെക്കൻഡുകളും മിനിറ്റുകളും നമ്മുടെ ആയുസ്സിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് നൽകിയ എത്ര കാലത്തെ ആയുസ്സാണെന്ന് നാം അറിയാത്ത ആയുസ്സിൻ്റെ ഭാഗമാണ് സെക്കൻഡുകൾ. ആ സെക്കൻഡുകൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ, അല്ല നമ്മുടെ മനസ്സിൻ്റെ മിടിപ്പുകളെപ്പോലും. നന്മകൾ എഴുതുന്ന പ്രത്യേകമായ ഏട്ടിൽ നന്മകൾ രേഖപ്പെടുത്തുമ്പോൾ തിന്മകളായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന പലതും നാം അറിയാതെ വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ചിന്തയിലൂടെ വരുന്നവ, അവ നമ്മുടെ തിന്മയുടെ ഏടുകളിൽ എഴുതപ്പെടും. സഹോദര, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വല്ലാത്ത അവസരമാണ്. ഇനിയുള്ള ദിവസം പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് വിലപ്പെട്ടതാണ്. അതിലെ സെക്കൻഡുകൾ മൂല്യവത്തായി നമുക്ക് അനുഭവപ്പെടണം. ആ സെക്കൻഡുകളെ ഉപയോഗപ്പെടുത്താനുള്ള വല്ലാത്ത തയ്യാറെടുപ്പിലായിരിക്കണം നാം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡുകൾ ചെറുതാണെന്നാരും വിചാരിക്കരുത്. മിനിറ്റുകൾ ചെറുതാണെന്നാരും ധരിച്ചു പോകരുത്. 5 മിനിറ്റല്ലേ, സാരല്ല, എനിക്കത് ചെയ്തു കളയാം, ഇങ്ങനെ ആയിക്കളയാം എന്നാരും ധരിക്കരുത്. സെക്കൻഡുകളും മിനിറ്റുകളുമാണ് മണിക്കൂറുകളാകുന്നത്. മണിക്കൂറുകളാണ് ദിവസങ്ങളാകുന്നത്. ദിവസങ്ങൾ വർഷങ്ങളായി നമ്മുടെ ആയുസ്സിൻ്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹപൂർവ്വം നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹനെ സൂക്ഷിക്കണം. എങ്ങനെയാണ് അല്ലാഹനെ സൂക്ഷിക്കേണ്ടത്? വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഓരോ മനസ്സും, ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ, എന്താണവൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. അതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പറയാനുള്ളത്. എന്തുണ്ട് നമ്മുടെ കയ്യിൽ നാളേക്ക് വേണ്ടി? വീണ്ടും അള്ളാഹു സ്നേഹം കൊണ്ട് പറയുന്നു, വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഒരായത്തിൽ 2 സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ച് പറയുന്നു. ആലോചിച്ച് നോക്കൂ. ചില വാചകങ്ങളിൽ ചില വാക്കുകൾ, ഒരേ വാചകത്തിൽ ഒരേ വാക്കുകൾ ആവർത്തിച്ചു വന്നാൽ നമുക്കത് അഭംഗിയായി അനുഭവപ്പെടും. ശരിയായില്ല, 2 പ്രാവശ്യം അത് പറയണ്ട, വെട്ടണം, 1 പ്രാവശ്യം മതി, പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഒന്ന് ഓതി നോക്കൂ ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. സുബ്ഹാനല്ലാഹ്, പറയേണ്ടതാണല്ലേ, ഇനിയും വേണമല്ലേ, ഇത്തഖുല്ലാഹ് എന്നത് ആവർത്തിച്ചു വരണമല്ലേ? കാരണം നമ്മളൊക്കെ ആ വിഷയത്തിൽ വളരെ പിന്നിലാണ്. അള്ളാഹു നമ്മോട് സൂചിപ്പിക്കുകയാണ്, വീണ്ടും സൂചിപ്പിക്കുകയാണ്, വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ അറിയണം കൂട്ടരെ, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. സൂക്ഷ്മമായി, ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും. സഹോദരങ്ങളെ, മറന്നു പോകരുത്. ഇനി വരുന്ന 10 ദിവസങ്ങൾ, അവസാനത്തെ 10 നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്ത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് രാജി പറഞ്ഞ്, ഇനി ഒരിക്കലും അവയിലേക്ക് ഞാനില്ലെന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി, അള്ളാഹു എൻ്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി നാം മാറണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഈ അവസാനത്തെ 10 എത്തിയാൽ സന്തോഷമായിരുന്നു.
അടക്കാനാവാത്ത സന്തോഷം, ആഹ്ലാദമായിരുന്നു. അദ്ദേഹം അള്ളാഹുമായി കൂടുതൽ അടുക്കുകയായിരുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് സന്തോഷം വന്നാൽ അള്ളാഹുമായി കൂടുതൽ അടുക്കും. ആലോചിക്കണം, ആരാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ? വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട മഹാൻ, അഷ്റഫുൽ ഖൽഖ്, ഷഫീഉനാ, സാഹിബു ഹൗദുൽ കൗസർ. സുബ്ഹാനല്ലാഹ്, ആരാണ് അദ്ദേഹം? ആ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് അവസാനത്തെ 10 അടുത്തിരുന്ന രൂപം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിവരിച്ചത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നുവെങ്കിൽ പാപികളായ കുറ്റക്കാരായ ഒരു സെക്കൻഡ് ജീവിതത്തിൽ കഴിഞ്ഞു പോയാൽ ആ സെക്കൻഡുകളുടെ മില്ലി സെക്കൻഡുകളെ, മൈക്രോ സെക്കൻഡുകളെക്കാൾ തവണ തെറ്റുകളും കുറ്റങ്ങളും മനസ്സുകൊണ്ടും അവയവങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന നാം സഹോദരന്മാരെ ചിന്തിക്കണം. നാം എന്തുമാത്രം പരിശ്രമിക്കേണ്ട സന്ദർഭമാണ്, അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസാനത്തെ 10 ശരിയായ ഉന്മേഷവും ഉണർവും ഊർജവും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ. അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായി അധ്വാനിക്കും. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു ദിവസങ്ങളിൽ ഒന്നും ചെയ്യാത്ത, അധ്വാനിക്കാത്ത അധ്വാനം, കഠിനമായ അധ്വാനം, കഠിനമായ പരിശ്രമം, അതാണ് യജ്തഹിദു. ഒരു വിഷയത്തിലുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം, അത് എന്ത് സഹിച്ചായാലും ശരി ആ വിഷയം അത് നേടിയെടുക്കണം എന്നതിനു വേണ്ടിയുള്ള കഠിനാധ്വാനം, അതാണ് ഇജ്തിഹാദ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലത്തുൽ 20 ബിസ്വലാത്തി വനവും. ആദ്യത്തെ 20 ദിവസം തിരുമേനി നമസ്കാരവും ഉറക്കവും ഇടകലർത്തി ചെയ്യുമായിരുന്നു. കുറച്ചുറങ്ങും, കുറച്ച് നമസ്കരിക്കും. ഫഇദാ കാനൽ അശ്ർ, എന്നാൽ അവസാനത്തെ 10 ഷമ്മറ വശദ്ദൽ മിഅ്സറ, അദ്ദേഹം ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മുണ്ടൊക്കെ മുറുക്കിയെടുത്ത്, ആ മുണ്ട് ഇനി ഒരിക്കലും അഴിക്കാതെ വീണ്ടും വീണ്ടും മുറുക്കിയെടുത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരുങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാനത്തെ 10 അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, പ്രവർത്തിക്കാൻ പരിശ്രമിച്ചത് എത്ര മനോഹരമായാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. നാം അറിയണം സഹോദര, ആ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച നിമിഷങ്ങൾ, ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. നാം ആ സമയവും സന്ദർഭവും അല്ലാഹുവുമായുള്ള ബന്ധം ശക്തമാക്കാൻ പരിശ്രമിക്കണം. ദുനിയാവുമായുള്ള ചിന്തകളിൽ നിന്ന് താരതമ്യേന മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഒഴിവാകാനും കുറക്കാനും പരിശ്രമിക്കണം. വ്യത്യസ്തമായ ഇബാദത്തുകൾ തിരുമേനി പഠിപ്പിച്ചു കാണിച്ചു തന്നു. നമസ്കാരവും ഖുർആനുമായുള്ള ബന്ധവും ദിക്റും സദഖയും കുടുംബ ബന്ധവും ജനങ്ങൾക്ക് നന്മ ചെയ്തും. അങ്ങനെ സഹോദര, എന്തൊക്കെയാണ് നന്മ എന്ന് നാം മനസ്സിലാക്കിയത്, ആ നന്മയൊക്കെ വർദ്ധിപ്പിക്കണം. ഇത് എണ്ണപ്പെട്ട ദിനങ്ങളാണ്, അല്ല എണ്ണപ്പെട്ട സെക്കൻഡുകളാണ്. അതിശീഘ്രം ഈ സെക്കൻഡുകൾ നമ്മോട് വിട പറയും. അതുകൊണ്ട് സഹോദരന്മാരെ അറിയുക, ഈ ദിവസങ്ങളിലുള്ള അള്ളാഹുവിന്റെ തൗഫീഖിനെ ചോദിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നാം സമയം ചെലവഴിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹമാണ് നമുക്കെല്ലാ കാര്യത്തിലും മാതൃക. അദ്ദേഹം അവസാനത്തെ 10 അഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു, അദ്ദേഹത്തിന്റെ രാത്രിയെ അദ്ദേഹം ജീവിപ്പിച്ചു, കുടുംബത്തെ അദ്ദേഹം വിളിച്ചുണർത്തി. വല്ലാത്ത ഒരു സംഭവമാണ് രാത്രി ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, രാത്രി ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങാതെ ഏതെങ്കിലും രൂപത്തിൽ സമയം കൊല്ലാൻ വേണ്ടി വിനോദങ്ങളിൽ ഏർപ്പെട്ട് രാത്രി കഴിഞ്ഞുകൂടുക എന്നാണോ? അല്ല, ഇഹ്യാഉൽ ലൈൽ, രാത്രിയെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ
അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഇരിക്കുക, ഉറങ്ങാതിരിക്കുക എന്നർത്ഥം. ആ ഉറങ്ങാതിരിക്കുന്ന സമയം മുഴുവൻ ജീവനോടുകൂടി, മാനസികമായ ജീവനോടുകൂടി പടച്ചറപ്പുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, സംവദിച്ചു കൊണ്ടിരിക്കുക, മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുക, നമസ്കരിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, സുജൂദിൽ ഒരുപാട് സമയം ചിലവഴിച്ച് എന്റെ ഹബീബായ റബ്ബുമായി എനിക്ക് അടുക്കണമെന്ന ചിന്തയോടുകൂടി ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ദുആയിലും ദിക്റിലും വല്ലാത്ത അനുഭവം, വല്ലാത്ത ആസ്വാദനം അനുഭവപ്പെടുന്ന ഭാഗ്യവാന്മാരാകാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കുടുംബത്തെ വിളിച്ചുണർത്തുക. മറ്റു സമയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ റമളാനിൽ അധികമായിരുന്നു. നാം ചിന്തിക്കണം, നാം അത് മനസ്സിലാക്കണം. കുടുംബം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബം വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. അവരുടെ വേദന നമുക്ക് അസഹ്യമാണ്, അവരുടെ മാനസികമായ പിരിമുറുക്കങ്ങൾ പോലും നമുക്ക് അസഹ്യമാണ്. എങ്കിൽ സഹോദര, ആ കുടുംബത്തോടൊപ്പം, ആ മക്കളോടൊപ്പം, ആ ഭാര്യയോടൊപ്പം, ആ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ അറിയണം, നമുക്ക് അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ, ഈ നാട്ടിൽ ഉല്ലസിക്കുന്നത് പോലെ, കളിക്കുന്നത് പോലെ, ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പോലെ നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർന്നിരിക്കാൻ പ്രിയപ്പെട്ടവരെ അവരെ വിളിച്ചുണർത്തണം. അവരോട് ഇതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരോട് ഇതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത രീതി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നാം ഇത് പഠിക്കുന്നത്. സഹോദര, ആലോചിച്ചു നോക്ക്, ഇത് വല്ലാത്ത ഒരവസ്ഥയാണ്. ഈ അവസ്ഥ, ഈ അവസാനത്തെ 10 ഈ അമൂല്യമായ ദിവസങ്ങൾ അത് നഷ്ടപ്പെടുന്ന ഭൂരിഭാഗം, വലിയ വിഭാഗം ആളുകളെ നാം കാണുന്നു. ഉറക്കത്തിലാണ്. ഖിയാമുൽ ലൈൽ തുടങ്ങുമ്പോൾ ഉറങ്ങാൻ ആരംഭിക്കും, അതുവരെ ഉണർന്നിരിക്കും. ചിന്തിച്ചു നോക്കൂ, നേരെ തിരിച്ചാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഖിയാമുൽ ലൈൽ ആകുമ്പോഴേക്ക് ഒന്ന് ഫ്രഷ് ആകാൻ വേണമെങ്കിൽ ഒന്ന് കണ്ണടക്കുന്നതിന് പകരം ഖിയാമുൽ ലൈൽ ആയാൽ പിന്നെ കൂർക്കം ഉറക്കമാണ്. അവിടെ എഴുന്നേറ്റ് നിന്നാൽ പിന്നീട് ഉറക്കം വരുന്നു. അപ്പുറത്തോ ഇപ്പുറത്തോ ഏതെങ്കിലും വിനോദ കേന്ദ്രങ്ങളിലോ മറ്റേതെങ്കിലും ആഭാസ കേന്ദ്രങ്ങളിലോ ആണെങ്കിൽ ഉറക്കമില്ല, ഉണർച്ചയാണ്, സജീവമാണ്. നമുക്ക് മാറാൻ സാധിക്കണം. നാം ഈ രൂപത്തിൽ സഹോദര ഇനിയും അശ്രദ്ധമായി കൂടാ. എത്ര കാലമാണ് നാം അശ്രദ്ധമാവുക? നമ്മുടെ വിചാരണക്ക് സമയമായില്ലേ? 19 ദിവസം നമ്മളോട് വിട പറഞ്ഞില്ലേ? ആലോചിച്ചു നോക്കൂ, നമ്മുടെ വിചാരണക്ക് സമയമായിട്ടില്ലേ? അള്ളാഹുവിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ സമയമായിട്ടില്ലേ? അള്ളാഹു നമ്മളെ ഏത് നിമിഷവും വിളിച്ചു കൊണ്ടുപോകില്ലേ? ഈ ഒരു അവഗണനയിൽ, ഈ ഒരു അശ്രദ്ധയിൽ, റബ്ബുമായി ബന്ധമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഇനിയും കഴിഞ്ഞുകൂടാനാണോ വിചാരം? പാടില്ല സഹോദര. നാം ഉറക്കമൊഴിക്കാറുണ്ട് വിനോദങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി, സല്ലാപങ്ങൾക്ക് വേണ്ടി, സംസാരങ്ങൾക്ക് വേണ്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, റബ്ബുമായി ഉറക്കമൊഴിച്ചാൽ, റബ്ബുമായുള്ള സല്ലാപം, റബ്ബുമായുള്ള സന്തോഷം, റബ്ബുമായുള്ള സംസാരം, അതിനേക്കാളൊക്കെ നമുക്ക് ആനന്ദം പകരും, അനുഭൂതി പകരും. അതിനുവേണ്ടി നമുക്ക് ഉറക്കമൊഴിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരന്മാരെ, നാം അറിയണം ഈ അവസാനത്തെ 10 പ്രത്യേകതകൾ. ലൈലത്തുൽ ഖദർ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. ലോകത്ത് ഒരു സമൂഹത്തിനും അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത മഹത്വം. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാവ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമിയിലേക്ക് ധാരാളമായി ഇറങ്ങി വരുന്നു. എന്നിട്ട് വിശ്വാസികൾക്കിടയിൽ അവർ സവാരി നടത്തിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. റബ്ബിന് ഇഷ്ടമുള്ളവരെ റബ്ബ് ആ ഇഷ്ടത്തെക്കുറിച്ച് അവിടെ വെച്ചവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നാളെ ഇഷ്ടപ്പെടുന്നു, ഇന്നാളെ എനിക്കിഷ്ടമാണ്. ആ ആളുകളെ തെരഞ്ഞു പിടിക്കുന്നു, അവരുടെ പിന്നാലെ ചെന്നിരിക്കുന്നു, അവരുടെ ദുആ ആമീൻ ചൊല്ലുന്നു, അവർക്ക് കാവലിരിക്കുന്നു, അവർക്ക് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വേണ്ടേ നമുക്കിത്? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ.
സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നോക്കൂ നിങ്ങൾ, പ്രഭാതോദയം വരെ വിശ്രമമില്ലാതെ ഈ മലക്കുകൾ മനുഷ്യർക്കിടയിൽ സഹവസിക്കുന്ന രീതിയാണ് പടച്ച റബ്ബ് നമ്മോട് വിശദീകരിച്ചു തരുന്നത്. വല്ലാത്ത ഒരു രാവാണത്. ആ രാവ് നമുക്ക് നഷ്ടപ്പെടാൻ പാടുണ്ടോ സഹോദര? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. നിശ്ചയമായും നാം അതിനെ, ആ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് ബർക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ്. ലൈലത്തുൻ മുബാറക. ഏതാണ് ആ ലൈലത്തുൻ മുബാറക? അത് ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. ഒരു സംശയവും ആർക്കും വേണ്ട. വേറെ ഏതെങ്കിലും രാവുകളാണെന്ന് ആരും പറയണ്ട. കാരണം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് നാം അത് അവതരിപ്പിച്ചത് എന്ന് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലൈലത്തുൽ മുബാറകയുണ്ടല്ലോ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകളിലേക്ക്, എഴുത്തുകാരായ മലക്കുകളിലേക്ക് പടച്ച റബ്ബ് ഒന്നിച്ചിറക്കുകയും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ഭൂമിയിലേക്ക് ഈ പരിശുദ്ധമായ ഗ്രന്ഥം അവതരണം ആരംഭിക്കുകയും ചെയ്ത വിശുദ്ധമായ രാവ് വല്ലാത്ത സംഭവമാണ്. നിങ്ങൾക്ക് കേൾക്കണോ ആ രാവിനെ അല്ലാഹു ബഹുമാനിച്ചതിന്റെ രീതി? തൊട്ടടുത്ത വാചകം ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ ആയത്തിന്റെ വിശദീകരണമെങ്ങാനും തഫ്സീറെങ്ങാനും നമ്മൾ വായിച്ചാൽ ഒരിക്കൽ പോലും ഒരു ഇമ പോലും അടക്കാതെ നാം കാത്തു നിൽക്കും ആ രാവിന്റെ മഹത്വത്തിന് വേണ്ടി. എന്താണത്? ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കുള്ള എല്ലാം കണക്കാക്കി കൃത്യമായി വിശദീകരിച്ച് മലക്കുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അറിയണം സഹോദര, ആ രാവ് നമ്മുടെ റിസ്ക് നിശ്ചയിക്കുന്ന രാവാണ്. ആ വർഷത്തെ റിസ്ക് നിശ്ചയിക്കുന്ന, ആ വർഷത്തെ അവധി നിശ്ചയിക്കുന്ന, ആ വർഷത്തെ നന്മയും തിന്മയും നിശ്ചയിക്കുന്ന എല്ലാം പടച്ച റബ്ബ് ഫീഹാ യുഫ്റഖു വേർതിരിച്ച്, വ്യത്യാസപ്പെടുത്തി, വിശദീകരിച്ച് മലക്കുകൾക്ക് നൽകുന്ന രാവ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, പറ്റുമോ നമുക്ക് ആ അല്ലാഹുവിന്റെ ആ ബഹുമാനപ്പെട്ട രാവിൽ, എല്ലാം നിശ്ചയിക്കുന്ന രാവിൽ ഞാൻ ഉറങ്ങുകയാണോ? പറ്റുമോ നമുക്ക്? സാധിക്കുമോ നമുക്ക്? നാം ചിന്തിച്ചു നോക്ക്. ഭൗതികമായ ഒരു ഗുണമാണ് നമുക്ക് കിട്ടാനുള്ളതെങ്കിൽ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് ക്യൂ നിൽക്കുകയില്ലേ നാം? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചോദിക്കേണ്ട രാവാണ്, നാഥാ എനിക്ക് വേണം, എനിക്ക് പ്രശ്നമുണ്ട്, അത് വേണം, ഇത് വേണം, എന്നെ അവിടെ ഉൾപ്പെടുത്തണം, ഇവിടെ ഉൾപ്പെടുത്തണം എന്ന് പറയേണ്ട രാവ്. ആവശ്യപ്പെട്ട് പരാധീനതകൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, പ്രതിബന്ധങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് മാത്രം ഉയർത്തി നാഥാ എനിക്ക് വേണം എന്ന് പറയേണ്ട രാവ്. ഉറങ്ങാമോ നമുക്ക്? പാടില്ല സഹോദര. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിക്കട്ടെ. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. അവസാനത്തെ 10 ഒരു രാവുണ്ട്, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലു. അന്ന് അതെങ്ങാനും തടയപ്പെട്ടാൽ നന്മ മുഴുവനും തടയപ്പെട്ടവനായി അവൻ മാറും. സുബ്ഹാനല്ലാഹ്, ആ രാവെങ്ങാനും തടയപ്പെട്ടാൽ, ആ ലൈലത്തുൽ ഖദ്റെങ്ങാനും ലഭിക്കാത്തവരായി പോയാൽ ഹുരിമൽ ഖൈർ, എല്ലാ നന്മയും തടയപ്പെടും. സുബ്ഹാനല്ലാഹ്, ആലോചിക്കാൻ സാധിക്കുമോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹ്റൂം. ഒരിക്കലും എല്ലാം തടയപ്പെടാവുന്ന നിഷേധിയായ ഒരു മനുഷ്യനല്ലാതെ അല്ലാഹു അതിലെ നന്മ ഒരിക്കലും തടയുകയില്ല. സഹോദര, നാം അത്തരത്തിലുള്ള നിഷേധികളായിക്കൂടാ. നാം ചിന്തിക്കണം, ആലോചിക്കണം അതിനെക്കുറിച്ച്. ഇമാം നഖായി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, അൽ അമലു ഫീഹാ ഖൈറും മിനൽ അമലി ഫീ അൽഫി ശഹ്റിൻ സിവാഹാ. ആ ഒരു രാവിലുള്ള പ്രവർത്തനം മറ്റുള്ള ദിവസങ്ങളിലെ 1000 മാസങ്ങളെക്കാൾ അമൽ ചെയ്യുന്ന പുണ്യമുള്ള കാര്യമാകുന്നു എന്ന് പണ്ഡിതന്മാർ അൽഫ് ഷഹർ 1000 മാസം എന്നതിനെ കണക്കാക്കി ഓരോ രൂപത്തിലുള്ള കണക്കുകൾ അവർ പറഞ്ഞു. ഏറ്റവും മനോഹരമായ കണക്ക് 83 സന و4 അശ്ഹുർ. 83 സന, 83 വർഷവും 4 അശ്ഹുർ, 4 മാസവും. ആലോചിച്ച് നോക്കൂ, 83 വർഷവും 4 മാസവും പ്രവർത്തിക്കുന്ന
പണിയെടുക്കുന്ന ഒരു പ്രവർത്തനം, ഒരു അവസ്ഥ ഒരൊറ്റ രാവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നു. 83 വർഷവും 6 മാസവും. ഒരുപാട് സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും നമുക്ക് കാണാനാവും. പടച്ച റബ്ബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സമുദായത്തിന് ആയുസ് കുറച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് സങ്കടം വന്നു, പ്രയാസം വന്നു, ബുദ്ധിമുട്ടുണ്ടായി. മറ്റവരൊക്കെ ഒരുപാട് ആയുസ് കിട്ടി, ഒരുപാട് പ്രവർത്തിച്ചു. എന്റെ സമുദായം നോക്ക് നിങ്ങൾ. പക്ഷേ ഈ സമുദായത്തിന് അള്ളാഹു നൽകിയതോ ഒരു പുരുഷായുസിനേക്കാൾ അധികം സമയം. 83 വർഷം 4 മാസം ഒരൊറ്റ രാവ് കൊണ്ട് നാം അധ്വാനിച്ചാൽ, പ്രവർത്തിച്ചാൽ, ഉറക്കമൊഴിഞ്ഞാൽ, ഉന്മേഷമുള്ളവരായാൽ, അശ്രദ്ധ വിട്ടാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, അവിടെയായിരിക്കണം നാം. നോക്കൂ നിങ്ങൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, റമദാൻ മുഴുവനല്ല, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ മാത്രം ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ ഇഹ്തിസാബോടെ നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. ഒരൊറ്റ രാവ്, കുറെ വേണ്ട, റമദാൻ മുഴുവൻ വേണ്ട, ഒന്ന് നമുക്ക് ഒരുങ്ങിക്കൂടെ, അധ്വാനിച്ചുകൂടെ സഹോദരന്മാരെ? വല്ലാത്ത അധ്വാനം. എന്നാണ് ഈ രാവ്? നമുക്കറിയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 നിങ്ങൾ ആ രാവിനെ അന്വേഷിക്കണം. അവസാനത്തെ 10 മുഴുവൻ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം, മുഴുവൻ സമയവും. നമുക്കറിയില്ല വല്ല അബദ്ധങ്ങളും വല്ല പെശകുകളും വന്നിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും വിഷയത്തിൽ, നമുക്കറിയില്ല. അതുകൊണ്ട് മുഴുവൻ 10 ദിവസങ്ങളിലും നാം അന്വേഷിക്കണം. മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി സഹായമാകുന്ന രൂപത്തിൽ പറഞ്ഞു, ഇൽതമിസൂഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫിൽ വിത്ർ. അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്ർ പ്രത്യേകമായ ഒരു രാവിലാണെന്ന് വിചാരിച്ച് ആ രാവ് മാത്രം ജീവിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള, നിയ്യത്ത് ചെയ്തിട്ടുള്ള മനുഷ്യരെ അറിയണം. മഹാനായ നമ്മുടെ നേതാവ് പറഞ്ഞത്, അവസാനത്തെ 10 ഒറ്റ രാവുകളൊക്കെ നാം ലൈലത്തുൽ ഖദ്റാണെന്ന വിചാരത്തോടു കൂടി തന്നെ ജീവിക്കണം. 21-ാം രാവ്, അവസാനത്തെ 10 ആദ്യത്തെ രാവ്, 21-ാം രാവ്, 23, 25, 27, 29. ചില ആൾ 27 മാത്രം ഒതുങ്ങും. 27 കഴിഞ്ഞാലോ പിന്നെ ഭയങ്കരമായി പറ്റൂല. 29 അതിൽപ്പെട്ടത്. നിങ്ങൾക്കറിയോ, ഈ ഹദീസുകളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടത്, ഇന്നഹാ ലാ തസ്ബുതു ഫീ ലൈലത്തിൻ വാഹിദ, എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്ർ ഒരേ രാവിലായിക്കൊള്ളണമെന്നില്ല, മാറി മാറി വരും, മാറി മാറി വരും. ബൽ തൻതഖിലു ഫീ ഹാദിഹിൽ ലയാലി, മാറി മാറി വരും. ഒരു പ്രാവശ്യം 21 ആകാം, ഒരു പ്രാവശ്യം 27 ആകാം, 29 ആകാം, മാറി മാറി വരും. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ രാവിലും നമ്മൾ പ്രതീക്ഷിക്കണം. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരമുണ്ടായിരുന്നു ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന്. പക്ഷേ പടച്ച റബ്ബ് മറപ്പിച്ചതാ. എന്തിനു മറപ്പിച്ചു? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെ സ്നേഹം കൊണ്ട്. എന്തുകൊണ്ടുള്ള സ്നേഹം? സ്നേഹം കൊണ്ടും റഹ്മത്ത് കൊണ്ടും. എന്തിനാ? നമ്മൾ അവസാനത്തെ 10 മുഴുവൻ പണിയെടുക്കാൻ. എന്തിനാ പണിയെടുക്കുന്നത്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. പണിയെടുത്ത് കൂടുതൽ അമൽ ചെയ്ത് നാം അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാകാൻ, നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കാൻ, നമ്മുടെ പടച്ച റബ്ബിന്റെ പക്കലുള്ള ഗ്രേഡ് വർദ്ധിക്കാൻ. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു, അള്ളാഹുവിന്റെ വാക്ക. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു. ഓരോരുത്തരും പണിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കുള്ള ഗ്രേഡ്. അല്ലാതെ തറവാടിൻ്റെയോ പണത്തിൻ്റെയോ സ്വാധീനത്തിൻ്റെയോ പേരിൽ ഗ്രേഡ് പഠിച്ചവൻ്റെ അടുത്ത് കിട്ടൂല. വലികുല്ലിൻ ദറജാത് മിമ്മാ അമിലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറപ്പിച്ചു വെച്ചത് നമ്മളെപ്പോലെയുള്ള മടിയന്മാരും അലസന്മാരും അശ്രദ്ധയായവരും പണിയെടുക്കാനാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, പരിശ്രമിക്കുക, അധ്വാനിക്കുക. നമ്മൾ അറിയണം, ഏത് സംഗതികളും നമുക്ക് കിട്ടുന്നത് അധ്വാനത്തിലൂടെയാണ്, പരിശ്രമത്തിലൂടെയാണ്. വിശ്രമത്തിലൂടെ ഒരിക്കലും വിശ്രമം കിട്ടൂല. വിശ്രമിക്കണമെങ്കിൽ ഒരു അല്പം എന്ത് ചെയ്യണം? പണിയെടുക്കണം. നല്ല പണക്കാരനാണെങ്കിൽ കുറച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്യണം, അല്ലേ? നല്ല സുഖമുള്ള ജോലി കിട്ടണമെങ്കിൽ നല്ലോണം അധ്വാനിച്ച് പഠിക്കണം. അതല്ലേ ശരി? അതല്ലേ നേര്? അതന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സ്വർഗമെന്ന എന്നേക്കുമുള്ള വിശ്രമം നമുക്ക് ലഭിക്കണമെങ്കിൽ മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ. അല്ലാഹു റസൂൽ പറയാ, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ രാത്രിയുടെ കൂരിരുട്ടിൽ അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കും. രാത്രിയുടെ കൂരിരുട്ടിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്താൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹു അവനെ എത്തിക്കും. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയുക, അള്ളാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അറിയുക, അള്ളാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്. സ്വർഗം നമ്മൾ വിചാരിച്ചെന്താ ഇങ്ങനെയൊക്കെ പോയാലും കിട്ടൂല. ഒന്ന് ഒരുങ്ങണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയെങ്കിൽ നമ്മളും ഒരുങ്ങണം സഹോദരന്മാരെ, വല്ലാതെ ഒരുങ്ങണം. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണ്ടേ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് തന്നെ അദ്ദേഹം ആഖിറത്തിലേക്കുള്ള ഒരു യാത്രക്കാരനാണ് എന്നാ. യാത്രക്കാരൻ യാത്രയുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ചിലപ്പോൾ ഉറക്കൊഴിക്കേണ്ടി വരും, അല്ലേ? രാത്രി 1:30 പോകേണ്ട ഫ്ലൈറ്റിൽ ഞാൻ ഉറക്കൊഴിക്കാനൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ദുബായിലിരുന്ന നാട്ടിലെത്തുമോ? നാട്ടിലെത്തൂല. അതിന് 1:30 ഇപ്പോൾ ഒരു 11 മണിക്ക് തന്നെ എയർപോർട്ടിൽ പോകേണ്ടി വരും, ഉറക്കൊഴിക്കേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. എന്തിനാ? നാട്ടിലെത്തി സുഖത്തോടെ സന്തോഷത്തോടെ നമ്മുടെ കുടുംബത്തോടൊപ്പം കഴിയാൻ, അല്ലേ സഹോദരന്മാരെ? അല്ലേ? നമുക്ക് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറായ റഹീമായ അല്ലാഹു നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സൽക്കാരമായ സ്വർഗത്തിൽ പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാവിൽ സ്വർഗത്തോട് പടച്ച റബ്ബ് സംസാരിച്ചു. സ്വർഗമേ, അഅ്ദി ലി ഇബാദി വസ്തഅദ്ദി ലി ഇബാദി, സ്വർഗമേ, എന്റെ അടിമകൾക്ക് വേണ്ടി നീ തയ്യാറാകണം കേട്ടോ, ഒരുങ്ങണം കേട്ടോ. ഒരുങ്ങണം അവർക്ക് വേണ്ടി. അവരതാ ദുനിയാവിലെ ക്ഷീണത്തിൽ നിന്ന്, ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്ന് വിശ്രമിക്കാൻ സ്വർഗമേ നിന്റെ അടുത്തേക്ക് വരാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്ക് പോട്ടെ, ആ സ്വർഗത്തിലെത്തണ്ടേ സഹോദരന്മാരെ? ആ സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മൾ കുറച്ച് അധ്വാനിക്കണം. ഉറക്കൊഴിക്കേണ്ടി വരും, ക്ഷീണിക്കേണ്ടി വരും, പ്രയാസപ്പെടുത്തേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. എന്നാലേ നമുക്ക് കിട്ടൂ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വയം വിശേഷിപ്പിച്ചത് അദ്ദേഹം ആഖിറത്തിലേക്കുള്ള ഒരു യാത്രക്കാരനാണ്. യാത്രക്കാരൻ ക്ഷീണിച്ചിരുന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്തൂല, അലസത കാണിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തൂല, മടി കാണിച്ചാൽ എത്തൂല. യാത്രയുടെ പ്രയാസങ്ങൾ അവൻ പേറേണ്ടി വരും, യാത്രയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ലക്ഷ്യത്തിലേക്കെത്തും. നമ്മളും സഹോദരന്മാരെ അറിയണം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് ഹുഫത്തിൽ ജന്നതു ബിൽ മകാരിഹ്, സ്വർഗം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുമായാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ, പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിനു വേണ്ടി ക്ഷമിക്കണം. അതാണ് പടച്ച റബ്ബ് നമ്മെ പഠിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു വസാബിറു വറാബിതു, നിങ്ങൾ ക്ഷമിക്കണം കൂട്ടരെ. നിങ്ങൾ മുസ്ലിമീങ്ങളാ, മുഅ്മിനീങ്ങളാ. നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടാവും, നോമ്പ് നോക്കാൻ പ്രയാസം ഉണ്ടാവും, രാത്രി ഉറക്കമൊഴിക്കാൻ പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇസ്ബിറു വസാബിറു വറാബിതു, ക്ഷമിച്ചോളൂ. നിങ്ങൾ സാധാരണ ക്ഷമ വേണ്ടവരല്ല, ക്ഷമയിൽ മികവ് കാണിക്കേണ്ടവരാണ്. അങ്ങനെ നിങ്ങൾ ക്ഷമയിൽ മികവ് കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകും, ക്ഷമിച്ചു നിൽക്കാൻ ശക്തി നൽകും. വത്തഖുല്ലാഹ്, എന്തിന്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങളുടെ വിജയം, യഥാർത്ഥ വിജയമായ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ അധ്വാനിക്കണം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും, ഈ ശബ്ദം കേൾക്കുന്ന ഒരൊറ്റ മനുഷ്യനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെ പോകരുത്, എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടണം. ആഗ്രഹിച്ചാൽ മതിയോ? പോരാ, ആഗ്രഹത്തോടൊപ്പം പണിയെടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളെങ്കിലും നാം ഹയാത്താക്കണം, ജീവിപ്പിക്കണം. കുറച്ചൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ കുറേശ്ശെ ഒന്ന് ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ചായയൊക്കെ കുടിച്ച്, എന്താണോ ഉറക്കം വരാതിരിക്കാൻ, മനസ്സിനെ പടച്ച റബ്ബിൽ കേന്ദ്രീകരിക്കാൻ, ഖുർആന്റെ മുമ്പിൽ ഇരിക്കാൻ, അള്ളാഹുവുമായി മുനാജാത്ത് എന്ന നമസ്കാരത്തിൽ ഏർപ്പെടാൻ എന്താണോ സഹായകമായത് ഒക്കെ ചെയ്തു.
അതൊക്കെ ചെയ്തോ. എന്നിട്ട് നമുക്ക് സ്വർഗത്തിലെത്തണം. സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് നമുക്ക് ചേരാവുന്ന സാഹചര്യവും അവസ്ഥയും ഉണ്ടാകണം. അർഹമുർ റഹീമിനായ നാഥ, ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന് നാം അമലുകൾ ചെയ്യേണ്ടത് നന്ദിപൂർവകമായിട്ടായിരിക്കണം, നന്ദി സൂചകമായിട്ടായിരിക്കണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചെയ്യണം, നിർബന്ധമല്ല. നിസ്കരിച്ച് നോമ്പ് നോൽക്കണം, നിസ്കാരം കണ്ട് നിർവഹിക്കണം. കാരണം അത് വാജിബാണ്, ഫർളാണ്. അള്ളാഹ്ക്ക് ആവശ്യം അങ്ങനത്തെ അല്ല. അള്ളാഹു പഠിപ്പിച്ചത് ഇഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദ് നബിയോടും കുടുംബത്തോടും പറയാം, ഇഅ്മലു എങ്ങനെ? ശുക്ര, ശുക്രോടുകൂടിയായിരിക്കും. ശുക്രോടുകൂടി നന്ദി വേണം. പടച്ചോനെ, ഇതൊന്നും കേവലം നിർബന്ധം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിന്നോട് ഞങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ ആലോചിക്കപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശ്വസിക്കാൻ തന്ന വായു മാത്രം പരിശോധിച്ചാൽ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ പള്ളിയുടെ ഒരു മൂലയിൽ സുജൂദിലാണ് കഴിഞ്ഞാൽ മതിയാകുമോ? അതിൻ്റെ ബാധ്യത അള്ളാഹുവായിട്ട് ആവില്ലല്ലോ. നമുക്കറിയാലോ, അതൊരു ചെറിയ സമയം ശ്വസിക്കാൻ ആ വായു കിട്ടാതായാലുള്ള അനുഭവവും പ്രയാസവും നമുക്കറിയാലോ, അത്ര വലുതാ. അതുകൊണ്ട് സഹോദരന്മാരെ, ശുക്ർ വേണം, എപ്പോഴും നന്ദിപൂർവമായിരിക്കണം. നന്ദിയില്ലാത്തൊരു ഇബാദത്ത് നമ്മളെടുത്തുണ്ടാകരുത്. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നിസ്കരിച്ചിട്ട് കാലൊക്കെ വീങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീങ്ങിയതൊക്കെ പൊട്ടിയിട്ട് നീരിങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ ആയിഷാ ബീവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. റസൂലുള്ളാഹിൻ്റെ കാലിങ്ങനെ, അതെല്ലാവർക്കും സങ്കടമാകുമല്ലോ. റസൂലുള്ളാഹിൻ്റെ കാല് വീങ്ങി പൊട്ടുക, ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു പ്രയാസം. നമുക്ക് നമ്മളെ വാപ്പാൻ്റെ കാലൊക്കെ വീങ്ങി പൊട്ടിയാൽ കാണാൻ കഴിയുമോ? സഹിക്കാൻ കഴിയുമോ? ഭയങ്കര പ്രയാസമായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്തിനാണ്? സഹാബത്ത് വന്ന് ചോദിച്ചു, എന്താ റസൂലേ ഇങ്ങനെയൊക്കെ? ഖദ് ഗഫറല്ലാഹു ലക് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഒക്കെ പഠിച്ചു, നിങ്ങൾക്ക് പുറത്തുനിന്നില്ലേ? നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞതും വരാനിരിക്കും പുറത്തു നിന്നിട്ടില്ലേ? പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ കാല് വീങ്ങി പൊട്ടുന്ന രൂപത്തിൽ? എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? അഫലാ അകൂനു അബ്ദൻ ശകൂറ. ആ വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. ഖിയാമുൽ ലൈലിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുറേശ്ശെ നമുക്കിങ്ങനെ വേദന വരും, അല്ലേ? വേദന വരും. ആ വേദന വരുമ്പോൾ നമുക്ക് ഈ വാചകം ഓർമ്മ വരണം, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. അല്ലാഹുവിൻ്റെ റസൂലാ ചോദിക്കണേ. ആര്? അഷ്റഫുൽ ഖൽഖ് ഷഫീഉനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ചോദിക്കണേ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ടേ? അപ്പോൾ സഹോദരന്മാരെ, നന്ദി എന്നുള്ളത് പടച്ചവൻ്റെ ഇബാദത്തുകളിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂട്ടിക്കലർത്തേണ്ട ഒരു നല്ല സാധനമാണ്. അത് കൂട്ടിക്കലർത്താഞ്ഞാൽ ഇബാദത്തിന് ഒരു രസം ഉണ്ടാവില്ല. അതെല്ലാവരും ചെയ്യണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ നമസ്കാരവും പ്രവർത്തനങ്ങളുമൊക്കെ. ഒരു സംശയ കാര്യത്തിലാണ്. ഭൗതികമായ വിഷയത്തിൽ പോലും നമുക്ക് നന്ദി വേണം. അത് നമ്മൾ വിശദീകരിച്ച് പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നമുക്കൊരാൾ നന്മ ചെയ്താൽ നമ്മളയാളോട് ശുക്ർ എന്ന് പറയും, താങ്ക്സ് എന്ന് പറയും. പിന്നെ താങ്ക്സ് എന്നും പറഞ്ഞ് പോരാച്ച് കുറച്ചുകൂടി അധികമൊക്കെ പറയും, അല്ലേ? എന്തൊക്കെയോ പറയും. പറഞ്ഞത് പോരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അയാളെ നന്നായി നോക്കും, അല്ലേ? എന്തൊക്കെ ചെയ്യും? ആവശ്യമാണ്. മനുഷ്യൻ നന്ദി കാണിക്കുന്നു. അള്ളാഹുവിനോട് അതിനേക്കാൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. കാരണം അള്ളാഹു എല്ലാ നിഅമത്തുകളും തന്നത്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങളെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ രാജ്യത്തെ ഭരണാധികാരികളോട് നാം നന്ദിയോടുകൂടി സംസാരിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്താ? അവരും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ശക്തമാണ് ബന്ധം. എന്താ ബന്ധം? അവരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കണത്. നമ്മളോട് പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകണ്ടേ? നിങ്ങൾ ആലോചിക്കുക, നമ്മളെ നാട്ടിൽ ഇത്രയും ആളുകൾ ഒന്നിച്ചു വരാൻ നമ്മൾ സമ്മതിക്കും? നമ്മളെ നാട്ടിൽ എന്തൊക്കെ വാദ, മണ്ണിൻ്റെ മക്കൾ വാദം, മറ്റേ വാദം, മറിച്ചേ വാദം ഒക്കെ സമ്മതിക്കും ആരെങ്കിലും? എന്തൊക്കെ തരം വാദങ്ങൾ വരും. പക്ഷേ ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മനസ്സിൻ്റെ വിശാലത നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കെങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കും? വലിയ മനുഷ്യന്മാരല്ലേ അവർ. പ്രത്യേകിച്ച് ഈ UAE സ്ഥാപകനായ ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു. നമുക്ക് അദ്ദേഹത്തെ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ
ആഫ്രിക്കയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ ആഫ്രിക്കയിലെ ഒരൊറ്റ കുട്ടി പോലും പട്ടിണി കിടക്കുമായിരുന്നില്ല. അത്രയും മുസ്ലിങ്ങളോട് അതീവമായ സ്നേഹം കാണിച്ച മഹാനായിരുന്നു അദ്ദേഹം. നിങ്ങൾക്കറിയാലോ ഇപ്പോൾ സോമാലിയയിൽ എന്താ സംഭവിക്കണം? സോമാലിയയിൽ പച്ചയായി നമ്മൾ പറഞ്ഞാൽ സോമാലിയ എന്ന രാജ്യം 100% മുസ്ലിങ്ങൾ, അതും സുന്നികൾ താമസിക്കുന്ന രാജ്യം. 100%. ഒറ്റ ശതമാനം പോലും വേറൊന്നുമില്ല. ആ രാജ്യത്തെ നശിപ്പിക്കാനും നമുക്കിപ്പോൾ സോമാലിയ എന്ന് കേട്ടാൽ എന്താ ഓർമ്മ വരുന്നത്? കടൽ കൊള്ളക്കാരെന്ന് അല്ലേ? സോമാലിയ എന്ന് കേട്ടാൽ നമ്മളെ മനസ്സിൽ വരിക അവർ കടൽ കൊള്ളക്കാരാണെന്ന്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് ലോക സമൂഹം. തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ്. മുസ്ലിം സമൂഹം എവിടെയൊക്കെ അന്തസ്സോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ ജീവിക്കുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുക. അവിടേക്ക് വിഭവങ്ങളും സൗകര്യങ്ങളും നൽകാതെ അവരെ പട്ടിണിക്കിടുക, കൊല്ലുക, പ്രയാസപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സമൂഹത്തിൻ്റെ ഒരു പിടിച്ചു നിൽപ്പിനെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് അവരെ സഹായിക്കാൻ മനസ്സ് വരൂ. ഈ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാരെക്കുറിച്ചൊക്കെ നമുക്ക് അപ്പോഴേ ഒരു ഹിമ്മത്ത് തോന്നും. എന്താണെന്നറിയോ? ലോക സമൂഹത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഭൗതികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ ഇതുപോലെയുള്ള മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ക്രിസ്ത്യാനികളായതുകൊണ്ടും അവരുടെ വിശ്വാസം ഈ സാധനങ്ങളിലൂടെ കൂടിക്കലർത്തുമെന്നതുകൊണ്ടും ഞങ്ങൾക്കത് വേണ്ട എന്ന് പരസ്യമായി പട്ടിണി കിടക്കുന്ന സമയത്തും പറയാവുന്ന ഒരു ശക്തി ആർക്കുണ്ടാകുക? ലോകത്ത് വേറെ ആർക്കുണ്ടാവും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയം. നമ്മൾ നാളെ ചുക്കി ഇന്ത്യക്കാരായ നമ്മളെ നാട്ടിൽ ഈ സ്കൂളിലൊക്കെ വിതരണം ചെയ്യുന്ന ഉപ്പുമാവുണ്ട്. ആ ഉപ്പുമാവ് എവിടുന്നാണ് വരുന്നത് നമുക്കറിയാലോ. അതിൻ്റെ ബാഗുകൾ വായിച്ചാൽ മനസ്സിലാവും എവിടുന്ന് എന്താണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതി നമുക്ക് വേണ്ടാന്ന് പറയാൻ? അതിലൂടെ വേറെന്തൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ? ആ സമൂഹം അത്ര ശക്തമാണ്, അത്ര ശക്തമായ പിടിച്ചു നിൽപ്പാണ്. ഈമാനിൻ്റെ കരുത്താണത്, വിശ്വാസത്തിൻ്റെ കരുത്താണ്. പട്ടിണി കിടന്ന് കുട്ടികൾ ഓരോ ദിവസവും മരിക്കുക, എന്നിട്ട് പോലും ഈമാനും ഇസ്ലാമും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവരൊക്കെ നമ്മൾ ഓർക്കുന്ന യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്മാരൊക്കെ, ഇവിടുത്തെ ഭരണാധികാരികളും അവരെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഷെയ്ഖ് സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളറിയണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്ന ആരോടും നന്ദി കാണിക്കുന്ന വിഭാഗമാണ് നാം. കാരണം അള്ളാഹു റസൂൽ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവനാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പാഠം. അതുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ ജീവിക്കാൻ ഈ രാജ്യത്ത് സൗകര്യം ചെയ്യുന്ന ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് കൃപയുണ്ട്, നന്ദിയുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും കൂടുതൽ ഈമാനിൽ ഉറച്ചു നിൽക്കുവാനും ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കാനും മുസ്ലിം ഉമ്മത്തിൻ്റെ അന്തസ്സിന് വേണ്ടി അധ്വാനിക്കാനും കൂടുതൽ ഊർജവും ഉന്മേഷവും അധികാരവും സ്വാധീനവും സൗകര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമീനായ നാഥ, ഈ പരിശുദ്ധ മാസത്തിലെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, ഞങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ റമളാനിനെ കുറിച്ചുള്ള അനുഗ്രഹവും ബർക്കത്തും കൂടുതൽ വലുതാക്കി തോന്നിപ്പിക്കുകയും അതിലേക്ക് കൂടുതൽ അടുക്കാനും അമൽ ചെയ്യാനുമുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അർഹമുർ-റഹീമീനായ നാഥ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ റമളാനിൽ ജീവിച്ച, ഈ വർഷം ഞങ്ങളുടെ കൂടെയില്ലാത്ത ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, അള്ളാഹുവേ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അർഹമുർ-റഹീമീനായ നാഥ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൊണ്ട് അവരുടെ ഖബറിൽ വല്ല പ്രയാസങ്ങളും ശിക്ഷകളും അനുഭവിക്കുന്നുവെങ്കിൽ അതിന് നീ ശമനവും മാറ്റവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർ-റഹീമീനായ നാഥ, നിനക്ക് തഖ്വയുള്ള, ഈമാനുള്ള, ഇഹ്തിസാബ് ആഗ്രഹിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഈ മിസ്കീന്മാരായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമുർ-റഹീമീനായ നാഥ, തൗഹീദോടുകൂടി ജീവിച്ച് തൗഹീദിന് വേണ്ടി പണിയെടുത്ത് അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ.
അർഹമുർ റഹീമീനായ നാഥ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾ നാഥ, അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ, ക്ഷേമം നൽകണമേ. അവരുടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അവരെ നീ കരകയറ്റണമേ നാഥ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ ഇനിയും നൽകി അവരെ നീ പ്രയാസപ്പെടുത്തരുത് നാഥ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر، اللهم بلغنا ليلة القدر. اللهم وفقنا بقيام وصيام ليلة القدر يا أرحم الراحمين. اللهم وفقنا بصيام وقيام ليلة القدر يا أرحم الراحمين. اللهم وفقنا بأعمال الصالحات في ليلة القدر يا أرحم الراحمين. اللهم لا تجعلنا من المحرومين بليلة القدر، اللهم لا تجعلنا محرومين بليلة القدر، اللهم لا تجعلنا محرومين بليلة القدر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.